ദാ ഈ കാണുന്ന തിരുവിതാംകൂർ ചെമ്പുകാശുകളിലേക്കും പകർന്നു നൽകിയിരിക്കുന്നത്. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് രാജ്യം പത്മനാഭസ്വാമിക്കായി സമർപ്പിച്ച് ആ തൃപ്പടിദാനത്തിന് ശേഷം താങ്കളും പത്മനാഭദാസന്മാരായി പ്രഖ്യാപിച്ച രാജാക്കന്മാർ ഭരണം നടത്തിയിരുന്ന ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന തെളിവാണ് എൻ്റെ കൈവെള്ളയിലിരിക്കുന്ന ഈ കൊച്ചു കാശുകൾ. ഇനി നമ്മൾ ഇതിന്റെ മൂല്യം കൂടി അറിഞ്ഞിരിക്കണ്ടേ? ഇന്നത്തെ പോലെ 100 പൈസ ചേരുമ്പോൾ 1 രൂപയാകുന്ന കണക്കല്ല അന്നുണ്ടായിരുന്നത്. അന്നത്തെ കണക്ക് വളരെ രസകരമാണ്. 16 കാശ് കൂടിയാൽ 1 പണവും, 4 പണം കൂടിയാൽ 1 ചക്രവും, 28 ചക്രം കൂടിയാലാണ് 1 തിരുവിതാംകൂർ രൂപയാകുന്നത്. അതായത് 1 തിരുവിതാംകൂർ രൂപ ഉണ്ടാക്കാൻ ദാ ഈ കാണുന്ന ചെറിയ കാശുകൾ 448 എണ്ണം വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ കിഴിപ്പണം എന്നുകൂടി അറിയപ്പെട്ടിരുന്നു. ഈ നാണയങ്ങൾ കമ്പോളങ്ങളിൽ വിനിമയം ചെയ്യപ്പെട്ടിരുന്ന ആ കാലത്തെ കേരളത്തിന്റെ സാമൂഹിക ചരിത്രം കൂടി നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇന്നത്തെ പോലെ തുല്യതയോ ജനാധിപത്യമോ മനുഷ്യാവകാശങ്ങളോ ഒന്നുമില്ലാതിരുന്ന കടുത്ത ജാതി വ്യവസ്ഥകളും അനാചാരങ്ങളും നിലനിന്നിരുന്ന ഒരു ഇരുണ്ട കാലമായിരുന്നു അത്. മനുഷ്യനെ മനുഷ്യനായി പോലും കാണാത്ത വഴി നടക്കാനോ നല്ല വസ്ത്രം ധരിക്കാനോ സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലം. അത്തരം കഠിനമായ സാമൂഹിക സാഹചര്യങ്ങളിൽ ജീവിച്ചിരുന്ന നമ്മുടെ മുൻ തലമുറകൾ അന്നത്തെ കമ്പോളങ്ങളിൽ താങ്കളുടെ വിശപ്പടക്കാൻ ഉപ്പോ കപ്പയോ ചെറിയ സാധനങ്ങളോ വാങ്ങാൻ നെട്ടോട്ടമോടിയപ്പോൾ വിനിമയത്തിനായി ഉപയോഗിച്ചിരുന്നത് ദാ ഈ ചെറിയ ചെമ്പുകാശുകളാണ്. പ്രമാണിമാരുടെ കയ്യിൽ സ്വർണ്ണപ്പണവും വെള്ളിപ്പണവും കിലുങ്ങിയപ്പോൾ സാധാരണക്കാരന്റെയും ദരിദ്രന്റെയും പോക്കറ്റുകളിൽ കിടന്ന് ശബ്ദമുണ്ടാക്കിയത് ദാ ഈ ഒരൊറ്റ കാശുകളാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വെറുമൊരു ലോകത്തിന്റെ തണുപ്പല്ല ഉള്ളത്. കഠിനമായ ഒരു കാലഘട്ടത്തിൽ അതിജീവിച്ച നമ്മുടെ പൂർവികരുടെ വിയർപ്പിന്റെയും കഷ്ടപ്പാടിന്റെയും ചൂടാണ്. നന്ദി, നമസ്കാരം.